ഹലോ ഹൽക്കൻസ് മാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയറ്റൊക്കെ വിട്ട് യാച്ചൻ നാട്ടിലെത്തിയതിൻ്റെ മെയിൻ ഉദ്ദേശം ഫുഡ് റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് യാച്ചൻ എന്തൊക്കെയോ അമ്മ ഉണ്ടാക്കുന്നുണ്ട്, അതെന്താന്ന് കാണാം കേട്ടോ. ഗുഡ് മോർണിംഗ് ചെയ്തപ്പാ. ആ അപ്പം മോനും പാപ്പുണ്ണാണോ അമ്മക്ക് തരുമോ ചെയ്തപ്പാ? ആ എന്താ തരാത്തേ? അമ്മ ഇവിടെ മോന് വേണ്ടിയിട്ട് എന്താ ഉണ്ടാക്കണേ? പിടിയും കോഴിയും അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാ. ഇത് അമ്മ തുടങ്ങി കഴിഞ്ഞല്ലേ? ഇതെന്തിട്ടൊക്കെയാ എടുക്കാൻ വീഡിയോ എടുക്കാനാണ് അമ്മ പറയണേ. ഇതെന്തിട്ടൊക്കെ ഇതിൽ ഇട്ടേക്കണേ? ജീരകം വെളുത്തുള്ളി കൂടി തിളപ്പിച്ച വെള്ളം പൊടിയിലേക്ക് ഒഴിച്ചിട്ട് കുഴച്ച് വെച്ചു. ഇതെന്തിനാ? തേങ്ങ കോഴിയടപ്പത്ത്. അയ്യോ എന്റെ പാല് തിളച്ചു പോയി. അങ്ങനെ അതെ ഇത് പിടിയല്ലേ? പിടി കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ചാച്ചനും കൊടുക്കാനുണ്ടാ. ചാച്ചാ അങ്ങോട്ട് കുഴയ്ക്കാം. അങ്ങോട്ട് തിന്നാൻ മാത്രം പോരല്ലോ. കുറച്ച് എനർജി വായിലേക്ക് ചെല്ലട്ടെ. കപ്പയുടെ കൂടെ ഇരുന്ന് നിന്നെ എടുക്കണില്ല. എന്നിട്ടാ തേച്ച് കൊടുക്കാൻ അവന്റെ കൈ മരയിച്ചെടുക്ക. മസിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരുന്നാ കുഴക്കാൻ പറ്റില്ല. എടാ നിന്നങ്ങോട്ട് കുഴക്കി. അങ്ങനെയല്ല ഇങ്ങനെ ചൂടൊട്ടും പറ്റാത്ത ആളാണേ. എന്റെ ഇതപ്പം പിടിക്കൂലോ. അയ്യോ അയ്യോ എടാ അതെ അമ്മ കാണിച്ചു തരാം. അതേപോലെ അങ്ങനെ മറക്കി. എടാ പൊറോട്ടയ്ക്ക് കുഴക്കില്ല നമ്മള്. അതാ ഞാൻ പറഞ്ഞു ഇരുന്ന് ചെയ്താൽ നടക്കില്ല. പൊന്ന് കേറിയിരിക്കേ. ഇതപ്പം കേറിയിരിക്കേ. അങ്ങനെ തിരിച്ചും മറിച്ചും മറിച്ചും എല്ലാം ശരീരം കേട്ടോ. ശരീരം അങ്ങോട്ട് ശരിയാവണില്ല കേട്ടോ. വിട്ട് വിട്ട് കേട്ടോടാ. ആ വിട്ട് ഇത് മേന്ന് ബേസിനും മേന്ന് മൂളല്ലാണ്ട് കാര്യം നടക്കില്ല കേട്ടോ. ഡാഡി അറിഞ്ഞ ഇപ്പൊ വരും. ഓ ഞാൻ പറയുന്നില്ല ഒന്നും. എന്റെ പൊന്നെ ഇപ്പൊ അടുത്തത് വരൂട്ടാ. ഇവന് നാണാവില്ലേ പെണ്ണിന്റെ വീട്ടിൽ പോയി അടക്കള പണി എടുക്കാന്ന്. ഇതൊക്കെ എല്ലാവരും കൂടി കൂടുമ്പോ ചെയ്യണത് ഒരു ഇമ്പാണ്. ഉണ്ടാക്കി കഴിഞ്ഞാൽ കയ്യുമ്പേന്ന് വിട്ടു പോകും. ഇത് കോഴിക്കോട്ടേക്കൊക്കെ പിടിക്കണ പോലെ അല്ല ഉണ്ടാക്കല്ല മൊത്തം മാറിയതപ്പാ. ഒറ്റ ഉണ്ടാക്കും. അങ്ങനെ ലാസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് ഫിനിഷിങ് ആയിട്ടില്ല കേട്ടാ.
അങ്ങനെ അതെ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ വാഴയിലൊക്കെ വിരിച്ചിട്ടുണ്ട്. എന്തിനാ അമ്മ ഇത്? ഇതിനകത്ത് ഉണ്ടാക്കി അങ്ങോട്ട് ഇടും ഞങ്ങളെല്ലാവരും. ചാച്ചനുണ്ട പരട്ടാൻ വേണ്ടി വരുന്നുണ്ട്. പപ്പ ഇവിടെ ഉണ്ട്. ഇത്ര വലുത് വേണ്ട. ഇതിന് മേലെ അമ്മ ഒറ്റയ്ക്ക് അങ്ങ് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. മേലെ നിങ്ങൾ ഇങ്ങനെ എടുക്കാണ്ട് എടാ 2 കൈ കൊണ്ട് ചെയ്യാ കഴുകിയാ പോരെ. ബെസ്റ്റ് കുഞ്ഞാക്കടാ. വേണ്ട നോക്കട്ടെ. ആ പൊന്നിന്റെ എടുക്കണില്ല. ഇതെന്ത് പല സൈസ് ഇതാരുണ്ടാക്കിയതാ? ഒരേ വലുപ്പത്തിലൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. പാപ്പന്റെ നടിയിൽ കയറി കഴിഞ്ഞാൽ അങ്ങനെ ഒറ്റ കിടപ്പാ. അതൊരു പണിയുണ്ടാവില്ല. പൊന്നിന് ഉരുട്ടണ്ടേ? ഡോണിന് ഉരുട്ടണ്ടേ? വാ കൊച്ചോടി പിടിച്ചണ്ടാ. വേഗം വേഗം അങ്ങനെ ഒരു ഉണ്ട പിടിക്കാനുണ്ട്. കൊച്ചിനൊരു ഉണ്ടോ കൊടുക്ക്. അവനത് വേണേ വായിലിടും. എന്ത് പൊന്നു ചാടില്ലാത്ത അങ്ങനെ പിടിണ്ടാക്കി ക്ഷീണിച്ചിങ്ങനെ ഇരിക്കണ്ടാ. കൊള്ളാം. സംഭവം പടപെടാൻ തീർന്നു ഗൈസ്. കാരണം എൻ്റെ എല്ലാം ഒരേ കൂലിയാണ്. ഏതപ്പനും ഉണക്കലും കൊണ്ട് പരിപാടികളാണ്. ഇന്ന് ഏതപ്പൻ ഇന്നലെ ഉണക്കം, ഇന്ന് ഏതപ്പൻ ഇന്നലെ ഉണക്കം. അതാ സെറ്റാണ്. പറയില്ലേ ഇനി ഇത് ഉണ്ടാക്കണം അല്ലേ അമ്മ? ഇനി ഇത് ആവിയേറ്റണം. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. തേങ്ങ മിക്സാ. തേങ്ങ മിക്സ് അല്ല അമ്മ? തേങ്ങ മിക്സാ. ഇതിലേക്ക് 1 by 1 ആയിട്ട് കട്ട പിടിക്കാതെ അങ്ങോട്ട് ഇടാം. ആവിയേറ്റല്ലേ ചെയ്യാ? ഈ വെള്ളത്തിൽ എന്നിട്ടൊക്കെയിട്ടാണ് അതിനകത്ത് ജീരകവും അത് നേരത്തെ തിളപ്പിച്ച് വെച്ച കുഴക്കാനെടുത്ത വെള്ളത്തിൽ കുറച്ച് ബാലൻസ് ഉണ്ട്. അത് ഇതിൽ ഒഴിച്ചതാ. അതിങ്ങനെ ഇതിനകത്ത് തിളച്ച വെള്ളത്തിൽ കിടക്കണം. അപ്പൊ ആവിയേറ്റണത് എന്താ? അങ്ങനെ ചെയ്യാം. പക്ഷെ പിടിയും കോഴിയും കഴിക്കണത് ഇങ്ങനെ ഒന്നൊന്നായിട്ട് കൂട്ടി മുട്ടാതെ കണ്ട. ഇത് ഞാൻ എന്റേതായ സ്റ്റൈലിൽ ഉണ്ടാക്കണതാണ് കേട്ടോ. കോട്ടയംകാർ ഇത് കാണുമ്പോ പറയും ഇങ്ങനെ അല്ലാന്ന് പറയും. ഇത് കോട്ടയംകാരുടെ സ്പെഷ്യലാണ്. ഇത് ഞാൻ മാള സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണതാണ്. അപ്പൊ കുറവുകളും ഉണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ അത് ഗ്യാരണ്ടി. വാവ്, ഇതെന്താ വെള്ളത്തെ പാടെയാണോ ഒഴിക്കുക? ഇത് കാണിക്കുക. എന്നാലാ ഇനി എല്ലാവരും കൂടി ഒരു പിടിയാണ് വിളിച്ച്. അതിനാണ് നോക്കി കൊള്ളൂലേ? ടേസ്റ്റ് എങ്ങനെയുണ്ട്? സൂപ്പർ. ഒരാള് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഡോണ് അവിടെ നടന്നോളും. മുട്ടക്കറിയാ? കോഴിയുടെ മുട്ടക്കറി
അതിനുണ്ട് ചിക്കനാ തിന്നണുള്ളൂ. വേണ്ട വിശപ്പായിട്ടില്ലാന്ന് പറഞ്ഞിട്ട് ചിക്കനകത്ത് വെളിച്ചെണ്ണ കുറവുണ്ട്. വെളിച്ചെണ്ണയുടെ ഒന്ന് ഇരിക്കണം. വൈകുന്നേരം ആകുമ്പോഴേക്കും സൂപ്പറാവും. വൈകുന്നേരത്തേക്ക് ഉണ്ടാവില്ല. വൈകുന്നേരത്തേക്കൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഞാനിന്ന് വൈകുന്നേരത്തേക്ക് ഇപ്പം വിശപ്പില്ലാടി, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ ആളാണ് കേട്ടോ. പിടിയും കോഴിയും കുറച്ച് വായ വെച്ചപ്പോഴത്തേക്കും ഒരു 1.5 പിടിയാണ് ഈ അച്ഛൻ പിടിച്ചത്. നല്ല അടിപൊളി ടേസ്റ്റിലാണ് അമ്മ ഉണ്ടാക്കിയത് കേട്ടോ. ഇങ്ങനെ ഫാമിലി എല്ലാവരും ഒരുമിച്ച് ഒരേ വാഴയിലയിൽ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. നമ്മളെ സ്നേഹിക്കുന്നവർ നമുക്ക് ചുറ്റിനുള്ളപ്പോൾ നമ്മളെന്തായാലും ഹാപ്പിയായി തീരും അല്ലേ. അപ്പോൾ ഞങ്ങൾ ആ ഒരു ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രിയായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേറൊരു ആഗ്രഹം തോന്നി. വേറെ ഒന്നല്ല, എൻ്റെ കസിൻ റോയൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ വന്നു കഴിഞ്ഞപ്പോൾ ഫുഡ് അടിക്കാൻ പോകാമെന്നും പറഞ്ഞിട്ട് രാത്രിയായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഫുഡ് അടിക്കാൻ വേണ്ടി വിട്ടു. അങ്ങനെ ഫുഡ് അടിക്കാൻ വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഞങ്ങൾ മന്തിയും അൽഫാമും കഴിച്ചത്. ഞാൻ ഐശ്വനും അൽഫാം കഴിച്ചു. ഇവർ രണ്ടുപേരും അൽഫാം മന്തിയാണ്. എനിക്കെന്തോ മന്തിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. എനിക്കും താല്പര്യമില്ല, ഐശ്വനും താല്പര്യമില്ല. അപ്പോൾ ഈതപ്പനാണെങ്കിൽ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം രാത്രിയാണ്, നല്ലപോലെ ഉറക്കം വരുന്ന സമയമായിരുന്നു ആ കൊച്ചിന്. അപ്പോൾ പിന്നെ അവനെ കൂട്ടിയില്ല. പിന്നെ ഡോണു ആണെന്നുണ്ടെങ്കിൽ പാതിരാത്രിയാവും ഉറങ്ങുമ്പോൾ. പോരാത്തതിന് ഞാനും വേണം ഉറങ്ങാനായിട്ട്. അത് കാരണം അവനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.